ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് USA-ക്ക് വേണ്ടിയുള്ള NCLEX എക്സാം എഴുതാൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ ഡോക്യുമെന്റേഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോസസ്സിങ്ങുകളുടെ വഴി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോകണമെന്നതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. USA-യുടെ NCLEX എക്സാം ഓരോ സ്റ്റേറ്റിനും ആപ്ലിക്കേഷൻ്റെ രീതിക്ക് വ്യത്യാസമുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റിലും നമ്മൾ CGFNS ത്രൂ ആണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. CGFNS ത്രൂ അല്ലാതെ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റിയ സ്റ്റേറ്റുകളുണ്ട്. പക്ഷേ CGFNS ത്രൂ ചെയ്യുന്നതാണ് നമുക്ക് അഭികാമ്യം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ വൺസ് NCLEX എക്സാം പാസ്സായി അതിനുശേഷം നമ്മൾ വിസ സ്ക്രീനിങ് CGFNS ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ CGFNS ചെയ്യുകയാണെങ്കിൽ എക്സാം പാസ്സായതിനു ശേഷം വിസ സ്ക്രീനിങ് CGFNS വേരിഫിക്കേഷൻ നമുക്ക് ഒഴിവായി കിട്ടും. നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് അവിടെ CGFNS ഇല്ലെങ്കിൽ ആൾട്ടർനേറ്റീവായ സ്റ്റേറ്റിന്റെ അഡീഷണൽ വേരിഫിക്കേഷൻ ഉണ്ടാവും. ആ വേരിഫിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. ഇൻസ്റ്റെഡ് ഓഫ് ദ വേരിഫിക്കേഷൻ നമ്മൾ CGFNS ഇപ്പം ചെയ്യുകയാണെങ്കിൽ ആ സെയിം CGFNS റിപ്പോർട്ട് തന്നെ വിസ സ്ക്രീനിങ് സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ ഒത്തിരി സമയം സേവ് ചെയ്യാൻ പറ്റും. CGFNS വേരിഫിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോർമലായി നമ്മുടെ നോർമൽ ഡോക്യുമെന്റ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അഡീഷണൽ ആയ ഡോക്യുമെന്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നമുക്ക് ആവശ്യമില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്, രജിസ്ട്രേഷൻ, ഇത്രയും ഡോക്യുമെന്റ് ആണ് മെയിൻലി ആവശ്യമുള്ളത്. പാസ്പോർട്ട്, ഫോട്ടോ പോലത്തെ നോർമൽ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളത്. CGFNS വൺസ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ CGFNS ഫോംസ് ജനറേറ്റ് ആവും. CGFNS നമ്മൾ ഏതൊക്കെ ലൈസൻസിങ് ബോഡിയാണോ വെക്കുന്നത്, ഏതൊക്കെ കൗൺസിലിലെ ലൈസൻസ് ആണോ വെക്കുന്നത്, ആ ലൈസൻസിലേക്കുള്ള വെരിഫിക്കേഷൻ ഫോം നമുക്ക് ജനറേറ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് ഫോമും ജനറേറ്റ് ആവും. എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് ഫോം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കോളേജിൽ നിന്നാണ് വെരിഫിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അതിനകത്ത് നോർമൽ നമ്മൾ ഫില്ല് ചെയ്യുക ആ ഒരു വെരിഫിക്കേഷൻ ഫോം ഉണ്ട്, അത് കൃത്യമായി ഫില്ല് ചെയ്യണം. അതിന് നമ്മൾ പഠിച്ച അവേഴ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. അത് കൃത്യമായി ഫില്ല് ചെയ്തതിനു ശേഷം അഡീഷണലായി നമ്മുടെ ഡിപ്ലോമ ഓർ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നഴ്സിംഗ് മാർക്ക് ലിസ്റ്റ്, നഴ്സിംഗ് ട്രാൻസ്ക്രിപ്റ്റ്, യൂണിവേഴ്സിറ്റി സിലബസ്, ഇത്രയും ഡോക്യുമെന്റും കൂടെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്താണ് CGFNSലേക്ക് അയക്കേണ്ടി വരിക. നഴ്സിംഗിന്റെ മാർക്ക് ലിസ്റ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, ഡിഗ്രി ഓർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല. ഈ സർട്ടിഫിക്കറ്റിന്റെ കളർ കോപ്പിയിൽ പ്രിൻസിപ്പാളിന്റെ സൈനും സീലും ചെയ്ത കോപ്പിയാണ് വെക്കേണ്ടത്. അതപ്പോൾ യൂണിവേഴ്സിറ്റി സിലബസ് കോളേജുകളിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. മിക്ക കോളേജിൽ തന്നെ അവർ നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി സിലബസ് ഉണ്ടാവും. ആ യൂണിവേഴ്സിറ്റി സിലബസ് അത് വലിയൊരു 150 പേജുള്ളൊരു പേപ്പർ, ഒരു സെറ്റായിരിക്കും അത്. അപ്പോൾ അതിന്റെ ഫസ്റ്റ്, മിഡിൽ, ലാസ്റ്റ് പേജിൽ പ്രിൻസിപ്പാൾ സൈനും സീലും ചെയ്യണം. എന്നിട്ട് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി സിലബസ്, നഴ്സിംഗ് മാർക്ക് ലിസ്റ്റ്, നഴ്സിംഗ് ട്രാൻസ്ക്രിപ്റ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, വെരിഫിക്കേഷൻ ഫോം, ഇത്രയും ഡോക്യുമെന്റ് ഒരു എൻവലപ്പിലിട്ട് ആ എൻവലപ്പ് ക്ലോസ് ചെയ്യുന്ന സ്ഥലത്ത് സീൽ വെച്ച് ഫ്രം അഡ്രസ് കോളേജ് അഡ്രസ്സും ടു അഡ്രസ് CGFNSുമായാണ് നമ്മൾ CGFNSലേക്ക് എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നത്. ഈ നഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള വെരിഫിക്കേഷൻ ഓരോ കൗൺസിലുകൾക്കും വെരിഫിക്കേഷൻ വ്യത്യാസമാണ്. കേരളത്തിലൊക്കെ വെരിഫിക്കേഷൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലെ വെരിഫിക്കേഷൻ നമ്മൾ പോകുമ്പോൾ നമുക്ക് സ്വന്തമായി ചെയ്യാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. തേർഡ് പാർട്ടി ആവശ്യം വന്നേക്കാം. അപ്പോൾ വെരിഫിക്കേഷൻസ് ഓരോ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ UK ഉള്ളവർക്കാണ് NMC അക്കൗണ്ടിന് വെരിഫിക്കേഷൻ വളരെ സിമ്പിളാണ്. അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനകത്ത് തന്നെ വെരിഫിക്കേഷൻ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അപ്പം തന്നെ വെരിഫിക്കേഷൻ പോകും. വളരെ സിമ്പിളാണ്. അതോടൊപ്പം തന്നെ UAE-യിലുള്ളവർക്കാണെങ്കിൽ MOH, DOH, DHA ഈ മൂന്നെണ്ണത്തിന്റെ വെരിഫിക്കേഷൻസിനും DHAയും DOHും ബൈ ഇമെയിൽ ആയി CGFNSന് നമ്മൾ ഫയൽ സബ്മിറ്റ് ചെയ്താൽ മതി. CGFNS ബൈ ഇമെയിൽ ആയി പോയിക്കോളും. MOH ബൈ ഇമെയിൽ ആയി പോകില്ല. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്കൊരു ഡിജിറ്റൽ ഒരു ബാർകോഡ് ഉള്ള പേപ്പറാണ് MOH വെരിഫിക്കേഷൻ CGFNS ഇഷ്യൂ ചെയ്യാം. ആ CGFNS വെരിഫിക്കേഷൻ ഫോം നമ്മൾ തന്നെ CGFNS അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൗദിയുടെ ആണെങ്കിലും സൗദിയുടെ നമ്മുടെ ലൈസൻസ് ബേസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം നമ്മൾ തന്നെ ഫില്ല് ചെയ്യണം. നമ്മളത് ഫില്ല് ചെയ്ത് സൗദി നഴ്സിംഗ് കൗൺസിൽ സബ്മിറ്റ് ചെയ്യുമ്പം അതിന്റെ ഫീസ് അയക്കാനുള്ള ലിങ്ക് അവർ തരും. ആ ലിങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ സൗദി വെരിഫിക്കേഷൻ സൗദിയിൽ നിന്ന് നേരിട്ടായി CGFNSലേക്ക് പോകും. നമുക്ക് എഡ്യൂക്കേഷൻ ഡോക്യുമെന്റിലും ലൈസൻസിംഗിലും മാത്രമേ വെരിഫിക്കേഷൻ ഉള്ളൂ. എക്സ്പീരിയൻസിൽ CGFNSന് വെരിഫിക്കേഷൻ ഇല്ല. അപ്പോൾ ഈ 3 വെരിഫിക്കേഷൻ കഴിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പിയും CGFNS പോർട്ടൽ അപ്ഡേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ വേറെ നമ്മുടെ 12th ബേസ് ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ നമ്മൾ സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അതോടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CGFNS വെരിഫിക്കേഷൻ കഴിയും. ഇത്രയും ഡോക്യുമെന്റ് എല്ലാ ഡോക്യുമെന്റോടെ എത്തിയാൽ നോർമലി വൺസ് ഓൾ ഡോക്യുമെന്റ്സ് റീച്ച് ദെയർ വിത്തിൻ 25 വർക്കിംഗ് ഡേയ്സ് നോർമലി നമുക്ക് CGFNS റിപ്പോർട്ട് കിട്ടും. USA-ലേക്കുള്ള ആപ്ലിക്കേഷനിൽ കൂടുതലും നമ്മൾക്ക് റിസീവ് ചെയ്യുന്നത് ഇലിനോയ്സും ഫ്ലോറിഡയ്ക്കും വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അങ്ങോട്ടുള്ള ആപ്ലിക്കേഷൻ പാറ്റേൺ എളുപ്പമായതുകൊണ്ടാണ് അങ്ങോട്ടുള്ള ആപ്ലിക്കേഷൻ കൂടുതലായി വരുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലെ ആപ്ലിക്കേഷൻ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്.
ന്യൂയോർക്ക് പോലത്തെ സ്റ്റേറ്റുകളിലേക്ക് CGFNS ഇല്ലാതെ അവരുടെ ഓൺ വെരിഫിക്കേഷൻ ചെയ്ത് നമുക്ക് അപ്രൂവൽ എടുക്കാം. പക്ഷേ ഓൺ വെരിഫിക്കേഷൻ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ CGFN NCLEX എക്സാം പാസ്സായതിനു ശേഷം വീണ്ടും നമ്മൾ CGFNS വിസ സ്ക്രീനിങ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും CGFNS ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ CGFNS ചെയ്യുകയാണെങ്കിൽ ആ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകും, വിസ സ്ക്രീനിന്റെ പേയ്മെന്റ് മാത്രം ചെയ്ത് നമുക്ക് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ സ്റ്റേറ്റ് ബോർഡിന്റെ ആപ്ലിക്കേഷൻ ചെയ്ത് ബോർഡിന്റെ വെരിഫിക്കേഷൻ എല്ലാം നമ്മളിപ്പോൾ ചെയ്യണം, എന്നിട്ടാണ് നമുക്ക് അപ്രൂവൽ കിട്ടുക. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ CGFNS ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം വെരിഫിക്കേഷൻ നമുക്ക് എളുപ്പമായി കിട്ടും വിസ സ്ക്രീൻ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് CGFNS ചെയ്യാൻ നല്ലതാണെന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും CGFNS ആണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുമ്പം ഈ ജോർജിയ പോലത്തെ സ്റ്റേറ്റുകളിൽ ആപ്ലിക്കേഷൻ കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ പാറ്റേൺ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. നമുക്ക് അപ്രൂവൽ കിട്ടാൻ കുറച്ച് നല്ലോണം താമസം വരും. ആ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി നമ്മൾ നടക്കേണ്ടി വരും. ഈ ഇലിനോയ്സ് ഫ്ലോറിഡയാണ് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ് അപ്രൂവ് ആയിട്ട്, നമുക്ക് പെട്ടെന്ന് അപ്രൂവലിലേക്ക് പോകാൻ നമുക്ക് എക്സാം എഴുതാനും പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇലിനോയ്സ് ബോർഡ് ഓഫ് നഴ്സിംഗിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ്. കാരണം ഓരോ സ്റ്റേറ്റിനും വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇലിനോയ്സ് ബോർഡിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഏകദേശം ആ പാറ്റേൺ എല്ലാ സ്റ്റേറ്റിലേക്കും സെയിം ആയിരിക്കും. ഇലിനോയ്സ് ബോർഡിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വൺസ് നമ്മൾ CGFNS വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു, നമുക്ക് CGFNS റിപ്പോർട്ട് കിട്ടി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിന്റ് ആണ്, ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് ആണ്. ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിംഗർ പ്രിന്റ് കാർഡ് ഉണ്ട്. ആ ഫിംഗർ പ്രിന്റ് കാർഡ് നമ്മുടെ ഡിസ്ട്രിക്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ ഫിംഗർ പ്രിന്റ് കാർഡ് ഫില്ല് ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ നമ്മൾ ഫില്ല് ചെയ്ത് USA അയക്കണം. USA അയക്കാൻ നമ്മൾ CGFNSനോ നമ്മുടെ ബോർഡിനോ അല്ല അയക്കുന്നത്. ഓരോ നഴ്സിംഗ് ബോർഡിനും അവർ അക്രഡിറ്റഡ് ആയ ഫിംഗർ പ്രിന്റ് വെരിഫിക്കേഷൻ ചെയ്യുന്ന കമ്പനികളുണ്ട്. ആ കമ്പനികളിലേക്കാണ് നമ്മൾ ഇത് അയക്കേണ്ടത്. അപ്പോൾ ഓരോ കൗൺസിലിനും അതിൻ്റെതായ കമ്പനിയുണ്ട്. ഇപ്പോൾ ഇലിനോയ്സ് ആണെങ്കിൽ, ഫ്ലോറിഡയ്ക്ക് ആണെങ്കിൽ, ന്യൂയോർക്ക് ആണെങ്കിൽ എല്ലാവർക്കും അവർ അക്രഡിറ്റഡ് ആയ കമ്പനികളുണ്ട്. ആ കമ്പനികളിലേക്കാണ് നമ്മൾ ഫിംഗർ പ്രിന്റ് ഫോം അയക്കേണ്ടത്. ആ കമ്പനികളുടെ വെബ്സൈറ്റിൽ നമുക്ക് ഫിംഗർ പ്രിന്റിന്റെ കാർഡ് നമുക്ക് കിട്ടും. ചിലവർ ആമസോണിൽ നിന്നൊക്കെ ഫിംഗർ പ്രിന്റ് കാർഡ് വാങ്ങാറുണ്ട്. പക്ഷെ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ഈ ഫിംഗർ പ്രിന്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത കാർഡിലാണ് പ്രിന്റ് ചെയ്യുന്നത്. അത് കളർ പ്രിന്റ് എടുക്കുക. ആ കളർ പ്രിന്റ് എടുത്ത് ഒന്നെങ്കിൽ ഡിസ്ട്രിക്ട് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഓരോ രാജ്യത്തും ഈ ഫിംഗർ പ്രിന്റ് ചെയ്യേണ്ട ഒരു സ്പെസിഫിക് പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും. ദുബായിലായിരുന്നെങ്കിൽ നമ്മുടെ എയർപോർട്ട് ടെർമിനൽ 2ന്റെ അടുത്തായിരുന്നു നേരത്തെ അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഒരു പേയ്മെന്റ് ഉണ്ടാകും. 10-100 ഏതോ ആ രാജ്യത്തിന്റെ കറൻസി വെച്ച് $100 100 ദിർഹംസോ അല്ലെങ്കിൽ ഇന്ത്യയിലാണ് അതിന്റെ ഒരു ചെറിയൊരു പേയ്മെന്റ് നമുക്കുണ്ട്. ആ പേയ്മെന്റ് ചെയ്തുമ്പോൾ നമ്മുടെ കയ്യിലെ 10 വിരളും ഇവര് ഇങ്ക് നമ്മൾ സാറിന് തമ്പ് ഇംപ്രഷൻ ചെയ്യുന്ന പോലെ തന്നെ ഈ ഇങ്ക് ചെയ്ത് ഇവർ ഈ കാർഡിലേക്ക് പതിപ്പിക്കും. അത് പതിപ്പിച്ച ശേഷം നമ്മൾ ഈ കാർഡ് പതിപ്പിക്കുന്ന പോലീസുകാരൻ അവിടെ ഒരു സൈനും സീലും ഡേറ്റ് വിടും. അവിടെ അതിന്റെ ഒരു അഡീഷണൽ ഫോം ഉണ്ട്. ആ ഫോമിൽ ആ പോലീസുകാരൻ അവരുടെ ഡീറ്റെയിൽ ഫില്ല് ചെയ്യും. ജസ്റ്റ് ഇത്രയും ഫോംസ് ഫില്ല് ചെയ്ത ശേഷം അതിന്റെ കൂടെ നമ്മൾ കുറച്ചുകൂടെ ഡോക്യുമെന്റേഷൻ പ്രിപ്പയർ ചെയ്യാണ്ട് ഈ ഫിംഗർ പ്രിന്റ് ആ ഏത് കമ്പനിക്കാണോ നമ്മൾ ഫിംഗർ പ്രിന്റ് അയക്കുന്നത് ആ കമ്പനിയുടെ പോളിസി പ്രകാരം കുറച്ച് അഡീഷണൽ ഫോംസ് നമ്മൾ ഹൈറ്റ്, വെയിറ്റ്, നമ്മുടെ ഐ കളർ, അങ്ങനെ പല കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാറുണ്ട്. ആ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് നമ്മൾ തന്നെ ഇത് USA ആ കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. നോർമലി അയച്ചു കൊടുത്താൽ വിത്തിൻ 5 to 10 ഡേയ്സിനുള്ളിൽ ഫിംഗർ പ്രിന്റ് കംപ്ലീറ്റ് ആകും. ഫിംഗർ പ്രിന്റ് കംപ്ലീറ്റ് ആയാലും നമുക്കൊരു നോട്ടിഫിക്കേഷൻ ഇന്റിമേഷനോ ഒന്നും വരത്തില്ല. നമ്മൾ ചോദിച്ചെങ്കിൽ മാത്രം റെസിപ്റ്റ് നമുക്ക് വരും. ചില കമ്പനികൾ നേരിട്ട് റെസിപ്റ്റ് അയക്കും, ചില കമ്പനികൾ നേരിട്ട് റെസിപ്റ്റ് അയക്കില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചെങ്കിൽ മാത്രം റെസിപ്റ്റ് ഉള്ളൂ. പക്ഷേ ഈ റിപ്പോർട്ട് ഓൾറെഡി നമ്മുടെ ബോർഡ് ഓഫ് നഴ്സിംഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. വൺസ് നമ്മുടെ ഫിംഗർ പ്രിന്റ് റിസൾട്ട് ഇലിനോയ്സ് ബോർഡിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇലിനോയ്സ് ബോർഡിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇലിനോയ്സ് ബോർഡിന്റെ ആപ്ലിക്കേഷൻ നോർമൽ എല്ലാ ഡോക്യുമെന്റും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. CGFNS റിപ്പോർട്ട് അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ഇലിനോയ്സ് ബോർഡിന്റെ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് ചെയ്യുന്നു. ഇലിനോയ്സ് ബോർഡിന്റെ ഫീയുടെ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് ചെയ്താൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് പിയേഴ്സൺ VUന്റെ സൈറ്റിൽ കയറി പിയേഴ്സൺ VUന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണേ. PSN-VU ആണ് നമ്മൾ NCLEX എക്സാം കണ്ടക്ട് ചെയ്യുന്ന കമ്പനി. അവരുടെ അക്കൗണ്ട് കയറി $200 PSN-VUന്റെ എക്സാം ഫീ പേയ്മെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പേയ്മെന്റ് ചെയ്ത് നോർമലി 6 വീക്സിനുള്ളിൽ നമുക്ക് ATT ജനറൽ നമ്മുടെ ഇമെയിലിലേക്ക് ATT വരും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് താമസം വരും. താമസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇലിനോയ്സ് ബോർഡിനെ കോൺടാക്ട് ചെയ്യണം. അതിനുശേഷം അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ATT കിട്ടുക. വൺസ് ATT കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാമിലേക്ക് കിടക്കാം. എക്സാം നമുക്ക് ബുക്ക് ചെയ്യാം. ഇന്റർനാഷണൽ സെന്ററുകളിലെ എക്സാം ഉണ്ട്, ഇന്ത്യയിലെ എക്സാം ഉണ്ട്. ഇന്ത്യയിൽ നമ്മുടെ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, ബോംബെ ഇവിടെയൊക്കെ എക്സാം സെന്ററുകളുണ്ട്. അതോടൊപ്പം തന്നെ മനില ഫിലിപ്പീൻസിലുണ്ട്, തുർക്കിയിലുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് പോയി എക്സാം എഴുതാൻ പറ്റിയ സ്ഥലങ്ങൾ, അടുത്തുള്ള സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ എക്സാം സെന്റേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ATT ജനറേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് NCLEX എക്സാമിലേക്ക് പോവുകയാണ്. NCLEX എക്സാം ചെയ്ത് നോർമലി വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് പാസ്സാണെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. നമ്മൾ ഏത് സ്റ്റേറ്റിലേക്ക് അതിനുശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യാം നമ്മൾ
ഇനി ഞാൻ USA പോകണോ, USA പോകണ്ടേ, ഞാൻ കാനഡയ്ക്ക് മൂവ് ചെയ്യണോ, അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യണോ, നമുക്ക് അപ്പം ഡിസൈഡ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നമ്മൾ US ആപ്ലിക്കേഷൻ നിർത്തി നമ്മൾ കാനഡയ്ക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് കാനഡയുടെ അടുത്ത് കാനഡ ഏത് പ്രൊവിൻസിലേക്കാണ് നമ്മൾ പോകാനായിരിക്കുന്നത് ആ പ്രൊവിൻസിന്റെ പ്രൊസീജിയർ ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് ട്രാൻസ്ഫർ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇല്ല നമ്മളിപ്പോൾ ആ ശേഷം ഇലിനോയ്സിലേക്ക് പോകുന്നില്ല, നമ്മൾ വേറെ സ്റ്റേറ്റിലേക്കാണ് USA പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ ചെയ്യാം. പക്ഷെ നമുക്ക് USA പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റാണ് IELTS, OET, PT. അപ്പം OETയും PTയും എല്ലാ സ്റ്റേറ്റുകളിലും ആക്സെപ്റ്റബിൾ അല്ല, പക്ഷെ കുറേ സ്റ്റേറ്റുകളിൽ ആക്സെപ്റ്റബിൾ ആണ്. IELTS എല്ലാ സ്റ്റേറ്റുകളിലും ആക്സെപ്റ്റബിൾ ആണ്. ഏതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്, ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതുക. അതിനുശേഷം നമ്മൾ വിസ സ്ക്രീനിങ് CGFNS ചെയ്യുക. വിസ സ്ക്രീനിങ് CGFNS ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുക. സപ്പോസ് നമ്മൾ ഫസ്റ്റ് എക്സാം പാസ്സായില്ല, നമ്മൾ റീ എക്സാമിലേക്ക് പോകണമെങ്കിൽ പ്രൊസീജിയർ സെയിം തന്നെയാണ്. നമ്മൾ ആദ്യം ഇലിനോയ്സ് ബോർഡ്, വീണ്ടും നമ്മൾ ഇലിനോയ്സ് ബോർഡിന്റെ അക്കൗണ്ടിൽ കയറി ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് ചെയ്യുന്നു. അതിനുശേഷം പിയേഴ്സൺ വ്യൂവിന്റെ അക്കൗണ്ടിൽ കയറി വീണ്ടും നമ്മൾ $200 പേയ്മെന്റ് ചെയ്യുന്നു. പിന്നെ ATTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പുതിയ ATT കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എക്സാം ബുക്ക് ചെയ്യുന്നു. അതാണ് റീ എക്സാമിന്റെ പ്രൊസീജിയർ ആയിട്ട് വരുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ USനേക്ക് NCLEX എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിനെ കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഓൺലി കോൺസെൻട്രേറ്റ് NCLEX എക്സാം, NCLEX കുറിച്ച് മാത്രം ചിന്തിക്കുക. NCLEX എക്സാം പാസ്സാകുക. NCLEX എക്സാം പാസ്സായതിനു ശേഷം ചിന്തിക്കുക എനിക്ക് USA പോകണോ, അതോ ഞാൻ കാനഡയ്ക്ക് മൂവ് ചെയ്യണോ, ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യണോ, അങ്ങനെ ചിന്തിക്കുക. കാരണം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മൂവ് ചെയ്യാം. വൺസ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കാനഡയ്ക്കാണെങ്കിൽ നമ്മൾ അതിനുശേഷം കാനഡയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാനഡ പ്രൊവിൻസിന്റെ ഓരോ പ്രൊവിൻസിലേക്കുള്ള ആപ്ലിക്കേഷൻ പാറ്റേണിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ചില പ്രൊവിൻസുകൾക്ക് എളുപ്പമാണ്, ചില പ്രൊവിൻസുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കാനഡയെ കുറിച്ച് വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഡിസൈഡ് ചെയ്യാം നമുക്ക് എങ്ങോട്ടാണ് പോകണ്ടേ. അപ്പോൾ USA തന്നെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുമായിട്ട് അപ്പം മുന്നോട്ട്, അതിന് അപ്പം മാത്രം ചെയ്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിനെ കുറിച്ച് അതിന് മുമ്പ് അഡ്വാൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജസിനെ ചിന്തിക്കാതിരിക്കുക. NCLEX മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിലോ UK വർക്ക് ചെയ്യുന്നവരോ നല്ലൊരു പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ NCLEX എക്സാം എഴുതി പാസ്സാകാൻ ശ്രമിക്കാം. നമ്മൾ നല്ലൊരു സിറ്റുവേഷൻ ഉള്ളപ്പം ഈ എക്സാം പാസ്സാകും. നമുക്ക് ഇനി ഏതെങ്കിലും സാഹചര്യം നമ്മൾ പോകുന്നില്ല, പോകണ്ട എന്നൊക്കെ വെച്ചാൽ പോകണ്ട, അത് വലിയൊരു നഷ്ടമായിട്ട് നിങ്ങൾ കരുതേണ്ടതില്ല. പക്ഷെ നമ്മൾ NCLEX എക്സാം എഴുതി പാസ്സായി വെക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോകാം. അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ്, നമുക്ക് നല്ല പോസിറ്റിവിറ്റി നമുക്കത് പ്രദാനം ചെയ്യും. അതോടൊപ്പം നിങ്ങൾക്ക് USA ഏതെങ്കിലും സ്റ്റേറ്റിലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടോ, CGFNSുമായി ബന്ധപ്പെട്ടോ, കോളേജ് കൗൺസിൽ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടോ, മറ്റെന്തെങ്കിലും ഫിംഗർ പ്രിന്റുമായി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് Foreign+നെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ഈ USന്റെ NCLEX എല്ലാ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിലുള്ള സംശയങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേര് ഷിജോ തോമസ് ആണ്. ഐ ആം സൈനിങ് ഔട്ട്. ബൈ ബൈ.